ഇന്ന് ഏവരും കാത്തിരുന്ന വീഡിയോ ആണ്. നമ്മുടെ സാന്റായ്ക്ക് ക്രിസ്തുമസ് ആയുള്ള കണക്ഷൻ എങ്ങനെ വന്നു? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്നവർ ഇപ്പോൾ എവിടെയിരുന്നാണ് വീഡിയോ കാണുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹാസിക വ്യക്തിയാണ് സെയിന്റ് നിക്കോളസ്. ഫാദർ ക്രിസ്തുമസ്, ക്രിസ്തുമസ് പാപ്പ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാന്റാക്ലോസ്. ക്രിസ്തുമസ് സന്ധ്യയുടെ ഡിസംബർ 24 അർദ്ധരാത്രിയോടടുത്ത സമയത്തും വിശുദ്ധ നിക്കോളസ് ദിനത്തിലും ഡിസംബർ 6 ഇദ്ദേഹം കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുവാനെത്തും എന്നാണ് വിശ്വാസം. ഇതിഹാസത്തിന്റെ അംശങ്ങൾ ചരിത്രപുരുഷനായ വിശുദ്ധ നിക്കോളസുമായി ബന്ധപ്പെട്ട കഥകളിൽ അടിസ്ഥാനം ബിഷപ്പിന്റെ വസ്ത്രങ്ങൾ ധരിച്ച വിശുദ്ധ നിക്കോളസിനെയാണ് ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതെങ്കിലും ആധുനിക സാന്റാക്ലോസ് ചുവന്ന കോട്ടും വെളുത്ത കോളറും കഫും ചുവന്ന ട്രൗസറും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച ചിത്രീകരണം തടിച്ച് വെള്ളത്താരിയുള്ള സന്തോഷവാനായ ഒരാളായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റന്റെ സ്വാധീനം മൂലം 19-ാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഈ രൂപം പ്രശസ്തമായി. യുണൈറ്റഡ് കിങ്ഡത്തിലും യൂറോപ്പിലും ഇദ്ദേഹത്തിന്റെ രൂപം അമേരിക്കൻ സാന്റയ്ക്ക് സമാനമാണെങ്കിലും ഫാദർ ക്രിസ്തുമസ് എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്. ചുവന്ന കുപ്പായവും കൂർമൻ തൊപ്പിയും അണിഞ്ഞ് മാനുകൾ വലിക്കുന്ന തെന്തുവണ്ടിയിൽ പുഞ്ചിരിയോടെ വരുന്ന നരച്ച മുടിയും താടിയുമുള്ള തടിയൻ സാന്താക്ലോസ്. ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീട്ടിന്റെ ചിമ്മിനിയിലൂടെ അദ്ദേഹം അകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുവെന്നാണ് സങ്കല്പം. ക്രിസ്മസ് ആഘോഷിക്കുന്ന എവിടെയും വളരെ പരിചിതനാണ് തോളിൽ സഞ്ചിയുമായി വരുന്ന സാന്താക്ലോസ്. കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് വരച്ച ഒരു ചിത്രത്തിൽ നിന്നാണ് നരച്ച മുടിയും താടിയും കൊഴുത്തുരുണ്ട ശരീരപ്രകൃതിയുള്ള തടിയൻ സാന്താക്ലോസിന്റെ ഇപ്പോഴത്തെ രൂപമുണ്ടായത്. സാന്താക്ലോസിന്റെ ജനനമരണങ്ങളെപ്പറ്റി പറയുവാൻ കൃത്യമായ രേഖകളൊന്നും ചരിത്രത്തിലില്ല. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞുകിടക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകളിൽ.